ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളില്ലാതെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ സന്തോഷത്തിലാണോ, നിങ്ങളില്ലാത്ത സമയത്തും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവരുടെ കൂടെ ഇല്ലാത്ത അവസ്ഥയിൽ അവർ സന്തോഷത്തിലാണോ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കോ. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തിലാണോ എന്നുള്ളതാണ്. നിങ്ങളെ ഓർത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളില്ല എന്ന് കരുതിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മിസ് ഫീലിംഗ് ഉണ്ടോ, അവർ സന്തോഷത്തിലാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളില്ലാത്ത ഈ ഒരു സമയത്തും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സമയത്ത് അവർ സന്തോഷത്തിലാണോ, നിങ്ങളില്ലാത്ത സമയത്ത് അവർ സന്തോഷത്തിലാണോ ഉള്ളത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഇല്ലാത്ത ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ ലൈഫിൽ സന്തോഷത്തിലാണോ, ഹാപ്പി ഉണ്ടോ അവർക്ക് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാത്ത ഈ ഒരു സമയത്ത് ഹാപ്പിയാണോ അവർ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്ത ഈ ഒരു സമയത്ത് അവർ ഹാപ്പിയാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പം നിങ്ങൾക്ക് പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിലൊക്കെ പെട്ടിട്ടോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടോ എങ്ങനെയാണെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾ വേർപെട്ട് പോയിട്ടുണ്ടാകാം, ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് അവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരായിട്ട് തന്നെ ഈ ഒരു ഡിസിഷൻ എടുത്ത് അവർ പോയതുമായിരിക്കാം. എന്തായാലും ഈ ഒരു വേർപിരിയലിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊപ്പം ഇല്ലാതായപ്പോൾ അവർ ആദ്യം ഒരു ബ്രേക്ക് എടുത്തു എന്നാണ് കാണുന്നത്. ആ ഒരു ബ്രേക്ക് എടുത്ത പോലെ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പം ഈ വ്യക്തി പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ശാന്തമായി ഇവരെ കണ്ടിരുന്നുവെങ്കിലും ഉള്ളിൽ അവർക്ക് ഒരു വളരെയധികം ഹീലിംഗ് ആവശ്യമായിരുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ആ ഒരു സമയം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അവർ തന്റെ ഒരു പരിശ്രമത്തിന്റെ ഫലം തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് അവർ വിഷമിക്കുന്നു. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ താൻ എവിടേക്കോ സന്തോഷിച്ചിരുന്നതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. അത് അവരെ ഒരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു, ഒരു ബാലൻസ് ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്കിവിടെ വരുന്ന കാർഡ് 9 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവരൊരു ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ സെൽഫ് സഫീഷ്യന്റ് ആണ്, വെൽ സെറ്റിൽഡ് ആണെന്ന് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഒരു സിംഗിൾ ലൈഫ് ആസ്വദിക്കുന്നവരെ പോലെ തോന്നാം. അതായത് പുറത്ത് അവര് സന്തോഷവാനാണ്, ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ കാണിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. പക്ഷെ ഉള്ളിൽ അവർ വളരെയധികം കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, വിഷമിക്കുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡുകളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്നത് ഒരു ടവർ കാർഡാണ്. ഈ ഒരു ടവർ കാർഡ് പോലെ തന്നെ ഉള്ളിൽ വലിയൊരു ഇടിയും കലഹവും അവരുടെ മനസ്സാകെ തകർന്നു പോയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് കൈവിട്ടു പോയതിന്റെ ഒരു ആഘാതം അവരുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് അവർ എന്തിലെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ടവറിന്റെ അടിത്തറ തകർന്നത് പോലെ അവരുടെ മനസ്സ് കൈവിട്ടു പോവുകയാണ്. അവർ തീർത്തും ഇവിടെ ഒരു പതറിപ്പോകുന്ന അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡാണ്. മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ഓഫ് പെൻറ്റക്കിൾസിന്റെ കാർഡാണ്. അപ്പോൾ അവര് ജോലിയിൽ മറ്റും ബിസി ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം കൂടുതൽ സമയങ്ങളിലും ബഹളങ്ങളിലും ഒക്കെ ആയിട്ട് അങ്ങനെ ചിലവഴിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു.
പിന്നെ കൂടുതൽ എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട്, അവരെ തന്നെ കൂടുതൽ എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അവർക്ക് എപ്പോഴും അനുഭവപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരു 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇവർക്ക് ഇങ്ങനെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് കൊണ്ടൊക്കെ തന്നെ പുറമേ ശാന്തമായ രീതിയിലാണെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ സ്ഥിരം ഓരോ ഏറ്റുമുട്ടലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ തന്നെ ഒരു ജീവിതത്തോടും ഫീലിങ്സുകളോടും ഓർമ്മകളോടും എല്ലാം തന്നെ ഓരോ നിമിഷവും അവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് തന്നെയാണ്. ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് അവർ ഒത്തിരി ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്കിവിടെ വരുന്നത് ഒരു 8 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് വരുന്നത്, എല്ലാ കാർഡുകളിലും കിട്ടുന്നത്. ഒരു ജോലി കാര്യങ്ങളിലൊക്കെ മുഴുകി ഓർമ്മകൾ മറക്കാനും ഫീലിങ്സുകളൊക്കെ മൂടി വെക്കാനും വേണ്ടിയിട്ട് ഒരു കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാർഡിലും അത് തന്നെയാണ്. അവരുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മൂടി വെക്കാനായിട്ട് അവർ ജോലികളിലും കാര്യങ്ങളിലും കമ്പനി വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള എനർജീസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു 9 ഓഫ് സോഡ്സിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ചിലവഴിക്കുന്നവർക്ക് രാത്രി സമയമാകുമ്പോൾ വളരെയധികം റിഗ്രറ്റ് തോന്നുകയും പേടി, ടെൻഷൻ ഒക്കെ തോന്നുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് പല രാത്രികളിലും അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും അവർ ഉറങ്ങാനായിട്ട് തല ചായ്ക്കുമ്പോൾ വേദനയും നഷ്ടബോധവും അവർ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോർത്ത് അവർ ഒത്തിരി ടെൻഷൻ അടിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ എനർജീസ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഇപ്പോഴും ഒരു അവരുടെ ഉള്ളിൽ, അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് എല്ലാമുള്ള ഒരു ഇമോഷണൽ സൈഡ് നിങ്ങൾക്കായിട്ട് അവരെ കരുതി വെക്കുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. പുതിയൊരു റിലേഷൻ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും അവരുടെ മുന്നിലുണ്ട്. നിങ്ങളല്ലാതെ മറ്റൊരു റിലേഷനിലേക്ക് പോകാനുള്ള പല സാധ്യതകൾ, ഓപ്ഷൻസ് അവരുടെ മുന്നിൽ ഉണ്ടെങ്കിലും ആ ഒരു പഴയ ഓർമ്മകളിൽ അവരൊരിക്കലും ആ ഒരു ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാനായിട്ട് അല്ല മറന്നു കളയാനായിട്ട് അവർ തയ്യാറല്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. പുറമേ അവർ ഒരു സന്തോഷത്തിലാണ് എന്ന് തോന്നിച്ചാലും നിങ്ങളില്ലാതെ അവരുടെ ഹൃദയത്തിൽ പൂർണ്ണമായ ഒരു സന്തോഷം കിട്ടുകയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു റീഡിങ് എടുത്തപ്പോൾ ഉള്ള ടോപ്പിക്കും അത് തന്നെയാണ്. നിങ്ങളില്ലാതെ അവർ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ സന്തോഷത്തിലല്ല. പുറമേയിൽ അവർ സന്തോഷത്തിലാണ് എന്ന് തോന്നിച്ചാലും അവരുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും ഒരു സന്തോഷത്തിലല്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് യു ആർ മൈ സോൾ എന്ന് പറയുന്നൊരു മെസ്സേജാണ്. നിങ്ങളാണ് അവരുടെ ആത്മാവ് എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. യു ആർ മൈ ടിൻ ഫ്ലെയിം. ഓക്കെ, ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് അവർ ചിന്തിക്കുന്നു. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിത്തിങ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഹൃദയം, അതുപോലെ ആത്മാവ്. ഓൾറെഡി നമുക്കത് കിട്ടിയതാണ്. അതുപോലെ ഒരു നിധി, അവരുടെ ഒരു നിധി നിങ്ങളാണ് എന്നവർ കരുതുന്നു. ഇന്നും നാളെയും എല്ലാം നിങ്ങൾ തന്നെയാണ്. ഫോർ എവർ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ആൻഡ് മൈ എവറിത്തിങ്, എല്ലാം നിങ്ങൾ തന്നെയാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. ഓക്കെ, അടുത്ത മെസ്സേജ് നോക്കാം. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നമ്മൾ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, നിങ്ങളെ ഈ ഒരു സമയത്തും അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഒരിക്കൽ പോലും നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയങ്ങളൊന്നും അവരൊരിക്കൽ പോലും ടയേർഡ് ആയിരുന്നില്ല, അവർക്ക് ബോറായിരുന്നില്ല എന്നാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ്. ഓക്കെ, എപ്പോഴാണോ നിങ്ങൾ അല്ലെങ്കിൽ അവർ ഈ ഒരു സമയം നിങ്ങൾ ജസ്റ്റ് മൂവ് ഓൺ ചെയ്തത്, ആ ഒരു സമയം മുതലാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റീഡിങ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് അവർക്കൊരു ബ്രേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്, പിന്നീടാണ് നിങ്ങളെ അങ്ങ് മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഐ ഹാഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവർ വളരെയധികം പ്രിറ്റൻഡ് ചെയ്യുകയാണ്, മുഖംമൂടി ധരിച്ച് നിൽക്കുകയാണ്, ഒരു സ്മൈൽ, ചിരിയ, സന്തോഷത്തിൻ്റെ ഒരു മുഖംമൂടി ധരിച്ച് അവർ നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു കണ്ണുനീര് അവർ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അതും റീഡിങ്ങിൽ നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. ഓക്കെ, സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 28 കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നു. പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1111 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച് കിട്ടുന്നു. ലെറ്റർ ഐ. 1 വീക്സ് എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഡാൻസ്, റൈഡിങ്, ക്രേസി, വളരെ ക്രേസി ആയിട്ടുള്ള ആളാകാനുള്ള ചാൻസ് ഉണ്ട്. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് കിട്ടുന്നു. ചാരിറ്റി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കാം. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹിയറിംഗ് പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. 2001 എന്ന് പറയുന്നൊരു വർഷം ലഭിക്കുന്നത് ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓഗസ്റ്റ് മന്ത്. നമ്പർ 48 മലപ്പുറം ജില്ല. നമ്പർ 23 1994 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 22 ഏപ്രിൽ മന്ത്. ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസും അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്ന ഇത്രയും ക്ലൂസ് ആണ്. അതുപോലെ ഈ ഒരു റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.